മൾട്ടിവേഴ്സ്, ബിഗ് ബാങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ സാധാരണക്കാരായ മലയാളികൾ കേട്ടു തുടങ്ങിയത് മാർവൽ സിനിമകളിലൂടെ ആയിരിക്കും അല്ലേ? പ്രത്യേകിച്ച് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം തുടങ്ങിയ സിനിമകളിൽ കൂടിയാണ് നമ്മൾ മൾട്ടിവേഴ്സ് തുടങ്ങിയ കൺസെപ്റ്റുകൾ അധികമായി കേട്ടു തുടങ്ങിയത്. എന്നാൽ നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങൾ ഈ മോഡേൺ സയൻസിനേക്കാൾ മുന്നിലാണെന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ കണ്ടെത്തിയ അറിവുകൾ ഇപ്പോൾ മാത്രമാണ് മോഡേൺ സയന്റിസ്റ്റുകൾ എക്സ്പ്ലോർ ചെയ്യുന്നതെന്നും നിങ്ങൾക്കറിയാമോ? ഇന്ന് മോഡേൺ സയൻസ് പ്രപഞ്ചത്തിന്റെ ഒറിജിൻ, പ്രിസർവേഷൻ, ഡിസ്ട്രക്ഷൻ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതേ ആശയങ്ങൾ പുരാണങ്ങളിലും ഏൻഷ്യൻ ടെക്സ്റ്റുകളിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സയന്റിസ്റ്റുകൾ മൾട്ടിവേഴ്സ് തിയറി സംബന്ധിച്ച് പറയുമ്പോൾ ഭാരതത്തിലെ പുരാണങ്ങൾ അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ രേഖപ്പെടുത്തി. ഭാരതീയ നാഗരികതയിൽ സമയം ഒരു സൈക്കിൾ എന്ന പോലെ കാണപ്പെട്ടിരുന്നു. യുഗങ്ങൾ, കൽപ്പങ്ങൾ ഇവയെല്ലാം ബ്രഹ്മയുടെ ഒരു ദിനത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസമാണ്. ഏകദേശം 311 ട്രില്യൺ ഇയേഴ്സ് നീളുന്ന മഹാനന്തര കാലം, മൈക്രോ സെക്കൻഡ്സ് വരെ കണക്കാക്കുന്ന സങ്കേതം, അതായത് ടെക്നിക്, പുരാതന ഭാരതത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ഋഗ്വേദത്തിൽ ഭൂമിയെ സ്പെറിക്കൽ ആയി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അത് സൂര്യന്റെ ചുറ്റും ചുറ്റുമെന്നും പറയുന്നു. അത്യാധുനിക ടെലിസ്കോപ്സ് ഇല്ലാതിരുന്നിട്ടും സൂര്യസിദ്ധാന്തം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പ്രിസൈസ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നൽകിയിട്ടുണ്ട്. പ്ലാനറ്റ്സിന്റെ ഓർബിറ്റുകൾ, ഭൂമിയുടെ ഡയമീറ്റർ, ഇവയിലെ കണക്കുകൾ ഇന്നത്തെ ശാസ്ത്രത്തിൻ്റേത് പോലെ ആക്യുറേറ്റ് ആണ് അന്ന് രചിച്ച പുസ്തകങ്ങളിലും. ഗണിതശാസ്ത്രത്തിൽ ഭാരതീയ നാഗരികത ലോകത്തെ മുന്നിൽ നിർത്തി. പൂജ്യത്തിന്റെ കണ്ടുപിടുത്തം, പൈയുടെ കണക്ക്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ നിയമങ്ങൾ ഇവയൊക്കെ ഭാരതീയ സംഭാവനയും പൈതൃകവുമാണ്. മരുന്ന് ശാസ്ത്രത്തിൽ സുശ്രുത സംഹിത, ചരക സംഹിത പോലെയുള്ള ഗ്രന്ഥങ്ങൾ ശാസ്ത്രജ്ഞർ ഇന്നും പഠിക്കുന്നവയാണ്. സുശ്രുതനെ ഫാദർ ഓഫ് സർജറി എന്ന് വിളിക്കുന്നു. കാറ്ററാക്ട് സർജറി, സി സെക്ഷൻ, റൈനോപ്ലാസ്റ്റി എന്നിവയും ആ കാലത്ത് തന്നെ നടന്നു. സയൻസിനും സ്പിരിച്വാലിറ്റിക്കും ഇടയിലെ ഇൻ്റഗ്രേഷൻ അത് ഭാരതത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. മെഡിറ്റേഷൻ, യോഗ തുടങ്ങിയ പ്രാക്ടീസസ് മനസ്സിന് മാത്രമല്ല ഒബ്സർവേഷൻ സ്കിൽസിനും വലുതായി സഹായിച്ചു. ഈ ഒരു ബ്ലെൻഡ് ഓഫ് സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ഇന്ന് മോഡേൺ സയൻസിനും ഒരേപോലെ മാതൃകയാണ്. ഈ ശാസ്ത്ര പൈതൃകം നമ്മളെ ചിന്തിപ്പിക്കുന്നു. സയൻസ് ലീനിയർ അല്ല, അത് കൾച്ചേഴ്സിനും ട്രഡീഷൻസിനും ഇടയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പുരാതന പൈതൃകത്തെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് നാളത്തെ ശാസ്ത്രത്തെയും സാധ്യതകളെയും എൻറിച്ച് ചെയ്യാം. നമ്മുടെ ഏൻഷ്യന്റ് സേജസ് ചെയ്ത പോലെ നമുക്ക് ഇൻഫിനിറ്റി കാണാൻ ക്യൂരിയോസിറ്റി കാത്തു സൂക്ഷിക്കാം. ഇതുപോലെയുള്ള രസകരമായ വീഡിയോസിന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.